ഞാൻ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോയി മുട്ടി. ഞാൻ ആ പടത്തിൽ നിന്ന് അഭിനയിക്കാതെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടായ ഒരു സന്ദർഭം അതാണ്. ഞാൻ അങ്ങനെ ഒരു പടത്തിൽ അഭിനയിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ പടത്തിൽ ഞാനില്ല. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. സോറി പറഞ്ഞിട്ടുണ്ടോ അയാൾ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ നിമിഷം വരെ ഇതുവരെ ഇല്ല. അത് വലിയൊരു വിഷയമായി തീരും. അന്താരാഷ്ട്ര ഇന്ത്യൻ എക്സ്പ്രസ്സോ അല്ലെങ്കിൽ അതുപോലത്തെ പത്രമൊന്നുമില്ല, പത്രങ്ങളൊന്നുമില്ല, ഒരു മഞ്ഞപ്പത്രം തന്നെ പറയാം. ഞാൻ പറയും മഞ്ഞപ്പത്രം തന്നെ. കാരണം എന്നെ ആ ന്യൂസ് ഉണ്ടായിരുന്ന ചാനൽ വലിച്ചു കീറിയിട്ട് അതുപോലെ പറഞ്ഞിട്ടുണ്ട്. പല ജോലി സ്ഥലങ്ങളിലും മുട്ടലും തുറക്കലൊക്കെ ഇല്ലേ? ഈ സിനിമാക്കാർക്ക് മാത്രം ഇത്ര പ്രത്യേകത. മുട്ട് തുറക്ക്, ഇതെന്താ ഇത്? എല്ലാവരും ഇപ്പം അതാണ് ഫാഷൻ. വാതിൽ മുട്ടി. അതിനിപ്പോൾ എന്താ വാതിൽ മുട്ടിയാ തുറന്നാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണം. ഇല്ലെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളെ ഫോഴ്സ് ചെയ്ത് ചെയ്താലേ ഈ പടം കിട്ടൂ എന്ന് പറഞ്ഞാൽ പടത്തിൽ നിന്ന് ഇറങ്ങി പോവുക. ചേച്ചിക്ക് അങ്ങനെ പടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് കുട്ടി എങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇത്രയും പറയാൻ പറ്റണേ? അങ്ങനെ ഉണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഈ ഇപ്പോൾ ഒരു വാക്കാണ് ഇനോഗ്രേഷൻ വിത്ത് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത്. അത് ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. നിർബന്ധിക്കുന്നില്ലല്ലോ. നിർബന്ധിച്ച് കൈയും കാലും കെട്ടിയിട്ടാണ് റൂമിൽ കൊണ്ടുപോകണം. അല്ലല്ലോ, സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ. ആ പുരുഷനെ എന്തിനു പഴിച്ചു തരണത്? നമ്മൾ പോയിട്ടല്ലേ, നമ്മൾ കുറച്ച് ഒതുങ്ങ്. മൂന്നാമത്, നിങ്ങൾ 10 കോടി എൻ്റെ മുമ്പിൽ വെച്ചാൽ എന്നെ ചോദിക്കരുത്. ഞാൻ തരില്ല, വരില്ല. ചേച്ചി ഇപ്പൊ വാതിലിൽ മുട്ടി എന്നുള്ള സംഭവം ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര. എന്റെ പൊന്നു മോളെ, ഈ മുട്ടി എന്നുള്ളത് നമുക്ക് എത്ര തരം മുട്ടലുണ്ടെന്നറിയോ? എനിക്കറിയില്ല. വാതിൽ മുട്ടല് മാത്രല്ല, അതൊക്കെ മുട്ടലാണ്. എല്ലാരും ഇപ്പൊ അതാണ് ഫാഷൻ. വാതിൽ മുട്ടി. അതിനിപ്പോ എന്താ വാതിൽ മുട്ടിയ? അതെന്താണെന്നറിയോ? ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം സിനിമാക്കാർക്കാണല്ലോ ഇപ്പൊ ഈ പ്രശ്നം വന്നത്. അപ്പൊ ചേച്ചി സിനിമയിലുള്ള സീനിയർ ആർട്ടിസ്റ്റ്, സിനിമയിലുള്ള പ്രശ്നം വന്നത് എന്തുകൊണ്ടാ? അറിയപ്പെടുന്നതുകൊണ്ട് നമ്മളത് അറിയുന്നു. എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ പല ജോലി സ്ഥലങ്ങളിലും മുട്ടലും തുറക്കലൊക്കെ ഇല്ലേ? ഈ സിനിമാക്കാർക്ക് മാത്രം ഇത്ര പ്രത്യേകത. മുട്ട് തുറക്ക്, ഇതെന്താ ഇത്? ഞാൻ പറഞ്ഞില്ലേ, മുട്ടിയാലും എന്ത് ചെയ്താലും കുറ്റിയിരിക്കും നമ്മളകത്താണ്. ഞാൻ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോയി മുട്ടി. ഞാൻ ആ പടത്തിൽ നിന്ന് അഭിനയിക്കാതെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിപ്പോൾ വെളിപ്പെടുത്തൂല. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇപ്പോഴും ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അമ്മയിലൊരു മെമ്പറായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇത് തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുകളല്ല അത്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് വെറുതെ പണ്ട് നടന്നൊരു സംഭവം, അത് എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി അത് വീണ്ടും പറഞ്ഞ് അവരൊരു ഫാമിലി, എനിക്ക് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണുമായിരിക്കും. പക്ഷേ ഇനി മുന്നോട്ടുള്ള തലമുറയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ ബോൾഡായിട്ട് പറയണത്. മുട്ടിയാ തുറന്നാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണം. ഇല്ലെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളെ ഫോഴ്സ് ചെയ്ത് ചെയ്താലേ ഈ പടം കിട്ടൂ എന്ന് പറഞ്ഞാൽ പടത്തിൽ നിന്ന് ഇറങ്ങി പോവുക. ചെയ്യരുത്. ചേച്ചിക്ക് അങ്ങനെ പടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള സിനിമയുടെ പേരെന്തായാലും ചോദിച്ചാൽ പറയില്ല. ആളുടെ പേരും സിനിമയുടെ പേരും പറയില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടായ ഒരു സന്ദർഭം അതാണ്. ഞാൻ അങ്ങനെ ഒരു പടത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ പടത്തിൽ ഞാനില്ല. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല, ദൈവം മുകളിലുണ്ടല്ലോ, അത് മതി. കാലം കറങ്ങി വരുമല്ലേ? പക്ഷെ എനിക്ക് സമയം എപ്പോഴും കിട്ടും, ഞാൻ പറയും. പറയേണ്ടി വന്ന പറയുമല്ലോ നമ്മൾ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ സമയമായിട്ടില്ല പറയാന്ന് പറഞ്ഞില്ലേ, അത് ഈ സമയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട്? കാരണം ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇപ്പോഴാണ് കറക്റ്റ് ടൈം. എല്ലാവരും അവരുടെ അനുഭവങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഞാൻ പറയില്ല. ഇപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ തെറ്റ് തിരുത്തി, തെറ്റ് മനസ്സിലാക്കി വരട്ടെ. ചേച്ചിയോട് സോറി പറഞ്ഞിട്ടുണ്ടോ അയാൾ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ നിമിഷം വരെ ഇതുവരെ ഇല്ല. എന്നിട്ട് അങ്ങനെ ഒരാളോട് ചേച്ചി തന്നെ ക്ഷമിക്കണം? അവരോടല്ല ഞാൻ ക്ഷമിക്കണത്. അവരോട് ഞാൻ ക്ഷമിക്കൂലല്ലോ. ഫാമിലി ഓർത്താണ്. അവരുടെ ഫാമിലി, അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ, അവരൊക്കെ ഓർത്തിട്ട് ഞാൻ ക്ഷമിക്കുന്നു. അത് വലിയൊരു വിഷയമായി തീരും, വലിയൊരു വിഷയം. അതുകൊണ്ട് ക്ഷമിക്കുന്നു. പറയും സമയമാവുമ്പോൾ. അത് പറയും, അത് ഉറപ്പായിട്ട് ഞാൻ പറയും. ഞാൻ മറ്റുള്ളവരൊന്നും കുറ്റക്കാരല്ലല്ലോ. ഒരാൾ ചെയ്ത തെറ്റിന് മറ്റുള്ളവരെ കുറ്റക്കാരാക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവരുടെ റിക്വസ്റ്റ്, അവരൊരു വിഷമമൊക്കെ കാണുമ്പോൾ നമ്മൾ പറയട്ടെ. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഈ പറഞ്ഞത് തന്നെ. ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുകയോ ഒരാളായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്താൽ ഇപ്പോൾ പ്രശ്നങ്ങൾ പറഞ്ഞവരൊക്കെ ഉണ്ടാവാതിരിക്കാം. പക്ഷേ അവർക്ക് ഒരു റോളും കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് പിന്നെ അവരെ മൈൻഡ് ചെയ്യാണ്ട് പോകുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അതൊക്കെ ആയിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയണത്, അങ്ങനെ തീരുമാനത്തോടുകൂടി ചെന്നിട്ടാണല്ലോ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവണത്. നമുക്ക് പറ്റാത്തതാണ് ഇട്ടിട്ട് പോരണോന്നേ. വേറെ എത്രയോ ജോലി നമുക്ക് ചെയ്യാം.
ഇല്ലാത്തത് കേൾക്കുന്നില്ല. ഇപ്പം ഞാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഭയങ്കര മോശമായിട്ട് എനിക്ക് കമൻസ് വരാറുണ്ട്. ഈ ഒരു കേസിനെ പ്രതി പറയണ്ട, ഒരു തട്ടിപ്പുകാരിയാണ്. എൻ്റെ എന്താണ് കേസ്? ഒറ്റ കേസേ ഉള്ളൂ. ഞാൻ കാശൊന്നും മേടിച്ചിട്ടില്ല. ഈ പറയുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞ ക്രൈം എന്ന് പറഞ്ഞ നന്ദകുമാറിൻ്റെ പത്രത്തിൻ്റെ പേര് പറഞ്ഞു. അത് അന്താരാഷ്ട്ര ഇന്ത്യൻ എക്സ്പ്രസ്സോ അല്ലെങ്കിൽ അതുപോലത്തെ പത്രമൊന്നുമില്ല, പത്രങ്ങളൊന്നുമില്ല, ഒരു മഞ്ഞപ്പത്രം തന്നെ പറയാം. ഞാൻ പറയും മഞ്ഞപ്പത്രം തന്നെ. കാരണം എന്നെ ആ ന്യൂസ് ഉണ്ടായിരുന്ന ചാനൽ വലിച്ചു കീറിയിട്ട് അതുപോലെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാലെന്താ, എനിക്കും പറഞ്ഞൂടെ? കൊടുക്കട്ടെ, പുള്ളിക്കെതിരെ പറഞ്ഞെന്നും പറഞ്ഞു. അതിൽ കൊടുത്തിട്ടല്ലേ ഞാൻ പറയണത്, കൊടുക്കാതിരുന്നൂടെ? അപ്പോൾ അത് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ കുറെ അനുഭവിച്ചല്ലോ, എന്തോരം അനുഭവിച്ചു നമ്മള്. ചേച്ചി ഇനോഗ്രേഷൻസ് എന്നൊക്കെ ചേച്ചീനെ വിളിക്കാറില്ലായിരുന്നു. അപ്പൊ ഈ ഇപ്പോൾ ഒരു വാക്കാണ് ഇനോഗ്രേഷൻസ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളൊരു സംഭവം. അത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. കേട്ടിട്ടില്ല? ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതായത് ഇപ്പൊ സിനിമയിൽ ശരിയാ, ഞാൻ ഇനോഗ്രേഷനും അത് അഡ്ജസ്റ്റ്മെന്റ് അതല്ല. എനിക്കൊരു ഇനോഗ്രേഷൻ പറഞ്ഞാൽ ഞാൻ വലിയ കൂടുതൽ പൈസ വാങ്ങുന്നതാണ്. നിസ്സാര പൈസ ഒക്കെ മേടിച്ച് ഇനോഗ്രേഷൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഇപ്പം എനിക്ക് തരുന്ന പൈസ ഇത് പറയും, ചേച്ചിക്ക് ഇത്ര രൂപ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, 10 രൂപ ഞാൻ എടുക്കും, മോനെ എടുത്തോ മോനെ എന്ന് പറയുന്ന ആളെ ഞാൻ. എനിക്ക് ഇന്ന് വരെ എത്രയോ ഇനോഗ്രേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് കുറഞ്ഞത്. ഇപ്പോൾ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഇനോഗ്രേഷൻ ആർട്ടിസ്റ്റ് ഒന്നും അധികം വേണമെന്നില്ല. പിന്നെ ഉള്ളത് മെയിൻ ആൾക്കാരെ കുറച്ച് വിളിക്കുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് സ്ഥിരം ഇനോഗ്രേഷന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വളരെ കുറച്ച് അന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇന്നത് കുറവല്ലേ. പക്ഷെ എനിക്ക് ഇന്ന് വരാനോട് അങ്ങനെ ഇനോഗ്രേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. ഇപ്പൊ സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് പോയോ? കാരണം ഒരു ഇനോഗ്രേഷൻ ഇപ്പൊ നമ്മളെ വിളിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പേയ്മെന്റ് തന്നിട്ടായിരിക്കുമല്ലോ ആർട്ടിസ്റ്റുകളെ. സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് കുട്ടി എങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇത്രയും പറയാൻ പറ്റണമെങ്കിൽ അങ്ങനെ ഉണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഇല്ല ശരിക്കും. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോണത്. അത് ആദ്യം മനസ്സിലാക്കണം. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? എൻ്റെ പടം വിളിച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്കേ പറയുള്ളൂ, പ്രിയങ്ക ഈ പടത്തിൽ സോറി കേട്ടോ എനിക്ക് പടം വേണ്ട. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പോയി എല്ലാ ഫീൽഡിലും ഇല്ലേ, പോയിക്കോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തിനാ വിളിച്ചു പറയണത്? നിർബന്ധിക്കുന്നില്ലല്ലോ. നിർബന്ധിച്ച് കയ്യും കാലും കെട്ടിയിട്ടാണ് റൂമിൽ കൊണ്ടുപോകണം, അല്ലല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ. ആ പുരുഷനെ എന്തിനു പഴിച്ചു തരണത്? നമ്മൾ പോയിട്ടല്ലേ, നമ്മൾ കുറച്ച് ഒതുങ്ങ്. നമ്മളത് വേണ്ടാന്ന് നിൽക്കുക ആദ്യം. ചേച്ചി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ചേച്ചി ഭയങ്കരമായിട്ട് പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യും. ഞാൻ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യും, ഉറപ്പായിട്ടും. എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യും. സ്ത്രീകൾക്ക് എന്നെ കണ്ടില്ലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ന്യായമുണ്ട്, ന്യായത്തിന്റെ പുറത്താണ് ഞാൻ സപ്പോർട്ട് ചെയ്യണത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ക്യാമറ വെക്കണമെന്ന്, എന്തുകൊണ്ടാ? അവരെന്ത് കാണിച്ചു കൊടുക്കും? അത് പറ, പറ്റുമോ? താങ്കൾ എന്നെ സപ്പോർട്ട് ചെയ്യോ ഞാൻ ഈ പറഞ്ഞതിന്? ഈ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. കാരണം നിരപരാധികളായ പുരുഷന്മാരും ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 3 വയസ്സൊക്കെ അവനെ ആ സെക്കൻഡിൽ കൊല്ലണം, വെച്ചോണ്ടിരിക്കരുത്. 3 വയസ്സായ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിക്കുന്ന അവനെയൊക്കെ അപ്പം തന്നെ സ്പോട്ടിൽ കളയണം. ഞാൻ പുരുഷന്മാർക്ക് സപ്പോർട്ടല്ല. 10 പേര് ചേർന്ന് അല്ലെങ്കിൽ ഒരാൾ ചേർന്ന് ഒരു കുട്ടീനെ ഇങ്ങനെ ബലാത്സംഗം അങ്ങനെയൊക്കെ ഒന്നും ഞാനെതിരാ. ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞോളൂ. താഴെ നമുക്ക് ഹോട്ടലിൽ ഒരു ലോബിയുണ്ട് ഇല്ലേ, ലോബിയിൽ നമുക്ക് എന്ത് കാര്യം വേണ്ടി ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഇല്ലെങ്കിൽ ഒരാളെ പിന്നെ അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുപോകണം. സ്വന്തം അമ്മയെ കൊണ്ടുപോയിക്കൂടെ? ഒരു സംസാരിക്കാൻ ഒറ്റയ്ക്ക് പോകാൻ അത്ര ചങ്കുറുപ്പില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി റൂമിലിരുന്ന് സംസാരിക്കാം, എനിക്ക് പേടിയൊന്നുമില്ല. സംസാരിച്ച് മാറിയ ചേച്ചിയുടെ ഈ ഒരു ധൈര്യം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതായിരിക്കും ഒരു പ്രശ്നം. കാരണം എല്ലാവരും ഒരേ രീതിയിലുള്ള ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നത്. ഞാൻ ആളുടെ പേരൊന്നും പറയില്ല. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എനിക്ക് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ഞാനത് എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം നിവൃത്തി നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും, വിറ്റ് പോവില്ല. കാരണം നമ്മൾ 1 കോടി രൂപയുടെ സ്ഥലം അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ സ്ഥലം വെച്ചോ, 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കണം നമ്മൾ കൊടുക്കുവോ? നമുക്ക് അത്യാവശ്യം വരുമ്പോൾ സ്ഥലത്തിന് ഡിമാൻഡ് ഇല്ലേ, കൊടുക്കില്ല. പിന്നെ അതുപോലെ അതിന് വേറെ ആൾക്കാരുണ്ടാവും, നമ്മുടെ ബന്ധുക്കളും ആൾക്കാരൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ആരെങ്കിലും അപ്രോച്ച് ചെയ്യാം പൈസ കാര്യം. ആ പൈസ കാര്യമൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ രീതി അപ്പോൾ നമ്മൾ താഴുമ്പോൾ നമ്മുടെ മുകളിൽ കയറും ഇല്ലേ. നമുക്ക് അതിന് നിൽക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഇറങ്ങി പോരണം. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ നിന്നിട്ട് അയാളുടെ കൂടെ നിന്ന് പൈസ പേടി അതല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ, ഒരാളും നമ്മളെ ആപത്ത് സമയത്ത് സഹായിക്കാനൊന്നും ഉണ്ടാവില്ല. ആരും വെറുതെ ഒന്നും ചെയ്യില്ല. മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനത് മനസ്സിലാക്കിയത് എൻ്റെ കയ്യിൽ ഞാൻ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോഴാണ്. ഞാൻ എല്ലാവരോടും 3 എൻ്റെ ഒരു പോളിസിയാണ്. ഞാനിതുവരെ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. അതെൻ്റെ മാത്രം പോളിസിയാണ്. ഞാൻ സംസാരിക്കുന്നവരോട് ഇത് സത്യമായ ഒരു കാര്യമാണ്. ആ ഒരു വിശ്വാസം എൻ്റെ ഭർത്താവിന് എന്നിലുണ്ട്. ഞാൻ 3 കാര്യം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്.
എന്നെ മദ്യപാനത്തിന് നിർബന്ധിക്കരുത്. ഞാൻ ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല. ഈവൻ വൈൻ പോലും ഞാൻ കുടിക്കില്ല. എന്നെ നിർബന്ധിക്കരുത്, ചോദിക്കരുത് എൻ്റെ അടുത്ത്. രണ്ടാമത്, സാമ്പത്തികം എന്നോട് ചോദിക്കരുത്, എൻ്റെ കയ്യിലില്ല. എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ സഹായിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ കയ്യിൽ ചോദിക്കരുത്. ഞാൻ വളരെ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മൂന്നാമത്, നിങ്ങൾ 10 കോടി എൻ്റെ മുമ്പിൽ വെച്ചാൽ എന്നെ ചോദിക്കരുത്, ഞാൻ തരില്ല, വരില്ല. കൂടെ കഷ്ടപ്പെട്ടാലും ഞാൻ പോവില്ല. ഏതറ്റം വരെ ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ ഞാൻ ഒരാൾ വിളിച്ചാലും ഞാൻ കൂടെ പോവില്ല. 10 കോടി മുമ്പ് വെച്ചാലും ഞാൻ പോവില്ല. അങ്ങനെ പോയി എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും, ഇത്രയും ആൾക്കാരുണ്ടല്ലോ, ഇതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, അവരൊക്കെ മനസ്സിലാക്കിക്കോട്ടെ. കിട്ടില്ല എന്നെ. ഈ 3 പോളിസി എൻ്റെ കയ്യിലുള്ളതാണ്. അത് വിട്ട് ഞാൻ ജീവിക്കില്ല. എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകളും ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ലേ? ഞാൻ പറയട്ടെ, ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോകും. എനിക്ക് കഴിക്കുന്നവരെ ഇഷ്ടമാണ്. എനിക്കൊരു പ്രശ്നമേ ഇല്ല. കഴിക്കുന്നവരുടെ കൂടെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ എല്ലാവരും എൻ്റെ ഫ്രണ്ടാണ്. ഉള്ളവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇഷ്ടംപോലെ ലേഡീസ് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ വരുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെയൊക്കെ ഈ വലിക്കുന്ന കൊടിയൊക്കെ കാണുമ്പോൾ ചോദിക്കുമ്പോൾ അവരുടെ കഥ കേൾക്കുമ്പോൾ എനിക്ക് ഒന്നുമില്ല. അവരതിനേക്കാൾ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുക. അപ്പോൾ നമുക്കൊരു സമാധാനമാണ്. അവർ ചോദിക്കും, ചേച്ചി എന്താ കഴിക്കാതെ? എനിക്ക് പറ്റില്ല. ഞാൻ ആ പോളിസിയിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. ഇത് 3 എൻ്റെ കയ്യിലുള്ള പോളിസിയാണ്. അതിൽ നിന്ന് വിട്ടൊരു ജീവിതം എനിക്കില്ല. ഈ ലഹരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ സിനിമാ സെറ്റുകളിൽ ലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു ന്യൂസ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വരുന്നുണ്ട്. ചേച്ചിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ സിനിമാ സെറ്റുകൾ ഇപ്പോൾ വേറൊരു ചെറിയൊരു വിഷയം വന്നിരിക്കുന്നത്, വെള്ളടി കുറച്ച് എല്ലാവരും. കാരണം വെള്ളടിച്ച് ഊതുമ്പോൾ പിടിക്കും. മറ്റേ നമ്മൾ ഊതിപ്പിടിക്കലില്ല. അതുകൊണ്ട് അതിലേക്ക് കുറച്ച് കൂടുതൽ പോയിട്ടുണ്ടാവാം മേ ബി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, സിനിമ ഫീൽഡിലൊന്നും അല്ല കൂടുതൽ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാവരും, നിങ്ങൾ രാത്രി ഒന്ന് എറണാകുളം ഒന്ന് കറങ്ങി നോക്കുക, സിനിമാക്കാരൊന്നും അല്ല. അതിനേക്കാൾ വെല്ലുന്ന പിള്ളേർ സെറ്റ് കഴിച്ചും വലിച്ചും നടക്കണ കാണണം കൊച്ചു പെൺപിള്ളേരും. ഞാനൊക്കെ വന്ന സമയങ്ങളിലൊന്നും പുറത്തിറങ്ങുക പോലും ഇല്ല 12 മണിക്ക്. ഇന്ന് 4 മണി 5 മണിക്ക് നിങ്ങൾ ആ പുറത്തേക്ക് ഒന്ന് പോയി നോക്ക്. ബാംഗ്ലൂരിനേക്കാൾ അപ്പുറമായി. അപ്പോൾ അവിടെ അല്ലാണ്ട് സിനിമയിൽ ലഹരി, സിനിമാക്കാരാണെങ്കിലും ആരാണെങ്കിലും ഇപ്പം എത്രയോ പേര്, ഇപ്പം ഞാൻ പറയട്ടെ, പാടത്ത് പണി ചെയ്ത് വരുന്ന ആൾ വൈകുന്നേരം അവൻ്റെ ഒരു കുപ്പി കിട്ടിയിട്ട് അവൻ വരണ്ടാവുക. അപ്പം എല്ലാവരും ഒരു എൻജോയ്മെൻ്റ് അല്ലേ, കഴിച്ചോട്ടെ. ഞാൻ മദ്യപാനത്തിനെതിരൊന്നുമല്ല. ഞാൻ പറയും ആണുങ്ങളെ പറഞ്ഞാൽ അടിക്കണം, അങ്ങനെ പിന്നെ അതിനെന്താ? അല്ല, അതും ഒരു നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന സംഭവമാണല്ലോ. ഹസ്ബൻഡ് കഴിക്കുന്ന എനിക്ക് കുഴപ്പമില്ല, പുള്ളിക്കിൽ ഞാൻ മേടിച്ചുകൊണ്ടി കൊടുക്കും, കഴിക്കുന്നു പറയാലോ, അതിനെന്താ? ചേച്ചിക്ക് ഇഷ്ടമല്ല ഞാൻ കഴിക്കില്ല. പക്ഷെ എനിക്ക് മറ്റുള്ളവർ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള പ്രകടനങ്ങൾ കാണാൻ അതിനേക്കാൾ ഇഷ്ടമാണ്. ഞാനത് എൻജോയ് ചെയ്യും. ഞാൻ എൻജോയ് ചെയ്യും. അതിന് ഞാൻ ഞാൻ കാശ് ഇങ്ങനെ ഞാൻ മേടിച്ചാൽ എവിടെയെങ്കിലും ഞാൻ ഫ്രീ കിട്ടാനും കൊണ്ടു കൊടുക്കും. അതായത് ഒരു ഫിറ്റായ മനുഷ്യൻ കാണിക്കുന്ന കാര്യങ്ങൾ കാണാൻ രസമാണ്. അവരുടെ സംസാര രീതി മാറും, ചിരിയായി, നമുക്കൊരു എൻജോയ്മെന്റ് ആയി. ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നവരുടെ അടുത്ത് നമ്മൾ നിൽക്കൂല, ചവിട്ടി കൂട്ടിയിട്ട് നമ്മൾ എനിക്ക് പോകും. അത് കാര്യം വേറെ. ആ സത്യവും. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായി അവരോട് പിന്നെ നിൽക്കരുത്. നമുക്ക് ഒരാളുണ്ടായിട്ടുണ്ടോ നല്ല ഹാപ്പി ആവുന്നൊക്കെ വിചാരിച്ചു ഹാപ്പി ആയിട്ട് വന്നിട്ട് ഇപ്പം നമുക്ക് അവരെ അറിയില്ലോ. ചിലർ കഴിച്ചിട്ട് നമ്മളെ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ നമ്മളെ പിടിക്കാൻ വരുമ്പോൾ നമുക്കറിയാം ഈ പിടുത്തം ശരിയല്ല. ഷോൾഡറിൽ ചിലർക്ക് അങ്ങ് കെട്ടിപ്പിടിച്ചെടുത്താൽ എന്താ വെച്ചാൽ അത്രയും ഇൻറ്റിമേസി കാണിക്കാനാണ്. സെൽഫി എടുക്കുമ്പോൾ കുറച്ച് കൂടുതലാവുമല്ലോ. അപ്പോൾ ചേച്ചി ഒന്ന് തോളത്തിങ്ങനെ, മോനെ എന്തിനാ മോനെ ഇങ്ങനെ കൈ വെക്കുന്നത്, ഇതുപോലെയുള്ള ഫോട്ടോയൊക്കെ പോരെ, കൈ വെക്കാതെ തന്നെ ചേച്ചി ഒരുപാട് കേൾക്കുന്നുണ്ട്. ചീത്ത പേര് മുഴുവൻ എൻ്റെ തലയിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഇനി നീയായിട്ട് ഈ കൈയിട്ട് ചെയ്ത് നാളെ ഇന്നലെ വരെ എൻ്റെ കൂടെ അത് പറയാനല്ലേ, വേണ്ട മോനെ എന്ന് പറയും. ഈ ചീത്തപ്പേര് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വൺസ് അത് നമുക്ക് വന്ന് നമ്മുടെ തലയിലായി പോയാൽ പിന്നെ ജീവിതകാലം മൊത്തം നമ്മൾ അത് പേറി നടക്കേണ്ട മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ലത് എന്തെങ്കിലും വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അവാർഡ് കിട്ടി. അബ്ദുൽ കലാംജിയുടെ അവാർഡ് എനിക്കായിരുന്നു. ആരെങ്കിലും ന്യൂസ് കണ്ടോ? വന്നോ? ഇല്ല, അതൊന്നും വരൂല. പ്രതീക്ഷിക്കേ വേണ്ട. എൻ്റെ കേസ് നിരപരാധിയായിട്ടൊന്നും എത്ര പേര് വാർത്ത കൊടുത്തു? ആരെങ്കിലും എന്നെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്തില്ല. എനിക്ക് പരാതിയൊന്നുമില്ല. കാരണം ഞാൻ എന്താണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ തെളിയിക്കുന്നത് എൻ്റെ കുടുംബത്തിനെയും എൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. അവരൊക്കെ ശരിക്കും പറഞ്ഞു, ഈ പ്രിയങ്ക ചേച്ചി ഇങ്ങനെയായിരുന്നു എന്ന് ചോദിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് അവരുടെ അടുത്തൊക്കെ നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു 1000 രൂപ അടുപ്പിച്ചോ അല്ലെങ്കിൽ 100 രൂപ കിടപ്പുണ്ടെങ്കിൽ ഒരാൾ ചോദിച്ചാൽ എനിക്ക് എൻ്റെ കയ്യിലുണ്ടിട്ടില്ലെന്ന് പറയാൻ അറിയില്ല. ചിലപ്പോൾ നാളെ പോവാനുള്ള പൈസയൊക്കെ തന്നെ ആയിരിക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് പറ്റില്ല അതൊന്നും. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന് പറയും. ഈ യൂസ് ചെയ്തിട്ടുണ്ടോ ആളുകൾ ഇങ്ങനെ സാമ്പത്തികപരമായിട്ട്? ഉണ്ടല്ലേ.
അതിങ്ങനെ കിട്ടുമെന്ന് അറിയുമ്പോഴത്തേക്കും അതൊരു സോഴ്സായി കണ്ട് അല്ലാതെ ഞാൻ അവരെ കുറ്റം പറയില്ല, നമ്മൾ കൊടുക്കുന്നോണ്ടാണ്. നമ്മുടെ കുഴപ്പമാണ്. പഠിച്ചു ഇപ്പോൾ കൊടുക്കില്ല. കാരണം ഇപ്പോൾ കൊടുക്കും, എങ്ങനെയാണെന്നറിയാം, ഞാനത് വാച്ച് ചെയ്തിട്ട് അവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ കൊടുക്കും. ഒരു 500 രൂപ ഒരാൾ ചോദിച്ചാൽ അത് വെള്ളടിക്കാൻ കൊണ്ടുപോകാനാണെങ്കിൽ ഞാൻ കൊടുക്കില്ല. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അതേസമയം അവർക്ക് ഭക്ഷണം മേടിക്കാനെന്ന് എനിക്ക് ഉറപ്പായാൽ ഞാൻ കൊടുത്തിരിക്കും, ഞാൻ കൊടുക്കും. അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുത്തിരിക്കും. എനിക്ക് പറ്റില്ല കൊടുക്കാതിറങ്ങിപ്പോലെ. ഓക്കെ. ഇപ്പോൾ ചേച്ചി സിനിമയിൽ വർക്കിൻ്റെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു, വർക്കുകൾ കുറച്ച് കുറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് സ്റ്റേജ് ഷോസ് ഉണ്ടായിരുന്നു അല്ലേ? ആ സമയത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഹരമാണ്, അത്ര ഇഷ്ടമാണ്. കാരണം സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കിട്ടുന്ന അവസരം, പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരം, ഇതൊന്നും ഞാൻ പാഴാക്കാറില്ല. ഞാൻ നന്നായിട്ട് കുറച്ച് സംസാരിക്കും. ജീവിതത്തിൽ ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ എന്നെക്കൊണ്ട് അറിവുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. സ്റ്റേജ് ഷോ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഗൾഫ് പ്രോഗ്രാംസ് കുറവാണ്. പുറത്തോട്ട് പോകാം. മറ്റേത് 1 മാസമൊക്കെ പോകണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അതില്ലല്ലോ, 1 ഡേ അതൊക്കെ ഉള്ളൂ. അതിൻ്റെ പ്രോഗ്രാം കുറവാണ്, ഇപ്പൊ കുറച്ച് കുറവാണ്. ഗൾഫ് ഷോസ് കുറവാണ്. നാട്ടിൽ നമുക്ക് പ്രോഗ്രാമുകളുണ്ട്. ഓക്കെ. ഇപ്പൊ ഈ നമ്മളിപ്പോ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പുറത്തു പോയി സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, ഈ സിനിമയിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ നാട് വിട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ നിങ്ങൾ ഈ ഇതിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനത്തെ രീതിയിലൊക്കെ ആളുകൾ സംസാരിക്കുന്നുണ്ടോ? ഉണ്ടാവായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, എന്നോട് ആ രീതിയിലാണ് സംസാരിച്ചിട്ട് ഗൾഫ് വരാൻ വേണ്ടി പ്രിയങ്ക സ്പോൺസർക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞാൽ, സോറി കേട്ടോ വേറെ ആളെ കൊണ്ടുപോകുമെന്ന് ഞാൻ പറയും. എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്നെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല. അത് ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അതിനും ഭേദം ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്. ഞാൻ ആ വഴി തിരഞ്ഞെടുക്കാന്ന് വെച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്ന കാര്യമില്ല. ഞാൻ ആത്മഹത്യ ചെയ്യും അങ്ങനെ സ്റ്റേജ് വന്നാൽ. ഞാൻ പോവില്ല. എനിക്കതിനേക്കാൾക്ക് വലുത് എൻ്റെ ലൈഫാണ്. അതൊന്നും വേണ്ട, നല്ല സമ്പാദ്യം വേണ്ട, എനിക്ക് ദൈവം വേറെ വഴി തന്നു. എന്നെ ദൈവം എപ്പോഴും എത്രയൊക്കെയോ, ഞാൻ ഒരുപാട് വിശ്വാസ അമ്പലങ്ങളിൽ എപ്പോഴും പോണ ആളൊന്നുമല്ല, പക്ഷെ എന്നെ ഒരുപാട് പരീക്ഷിച്ച അവസാനം എനിക്കത് നേടിത്തരും. കുറച്ച് കാത്തിരുന്ന കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അത്രയും പ്രശ്നത്തിൽ നിൽക്കുന്ന ഞാൻ വളരെ ഇതായിട്ട് എനിക്ക് ആ ഒരു സംഭവം ചെയ്ത് തരാൻ പറ്റി. അത് ഭയങ്കര ഒരു ഈ കഴിഞ്ഞ 9 ദിവസമായിട്ട് ഞാൻ മെഡിക്കൽ ടെസ്റ്റിൽ അഡ്മിറ്റായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഡോളോ കഴിക്കും, പനി മാറ്റിക്കൊണ്ടിരുന്നു. സോമതയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വയ്യാണ്ടായി, ഞാൻ തല ഇറങ്ങി വീണു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ 105 ഡിഗ്രി പനി. അവിടെ നിന്ന് എന്നെ വേഗം കൊണ്ടുവന്ന് ഈ മെഡിക്കൽ ടെസ്റ്റുകാരാണ് എന്നെ ലൈഫിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവന്നത്. ഭയങ്കര പ്രശ്നമായിരുന്നു. ലെൻസിനകത്ത് വൈറസ് ബാധിച്ചു, ക്രിട്ടിക്കൽ സ്റ്റേജായി. ഞാൻ 9 ദിവസം കിടന്നു. ഒരാൾ അമ്മയെന്ന് ഒരു മനുഷ്യൻ പോലും വന്ന് എന്നെ കാണാൻ ആ സമയത്ത് ഈ പ്രശ്നങ്ങളൊന്നുമില്ല, വന്നില്ലായിരുന്നു. വിളിച്ചു, ഞാൻ അറിയിച്ചു. അപ്പോഴേക്കും ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന തിരക്കായിരിക്കാം മേ ബി. ഞാൻ അറിയിച്ചു. എനിക്ക് ഇൻഷുറൻസും ക്ലെയിമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അറിയിച്ചായിരുന്നു. പക്ഷേ ആരും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, കാരണം എനിക്ക് അത്ര അവസ്ഥ ശരിയല്ലായിരുന്നു. മനസ്സിലായോ? അപ്പം അമ്മയെന്ന് വന്നില്ലെന്ന് ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞതല്ല. നമ്മളെപ്പോൾ ആഗ്രഹിക്കുമല്ലോ നമുക്ക് ആരെങ്കിലും വന്ന് ഒരാളേലും വന്നൊന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാലും വന്നിട്ടില്ല. ചേച്ചി ഒരു ബോംബ് പൊട്ടിക്കാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കതറിയാനായിട്ടൊരു ബോംബിന് കുറച്ച് പണിയുണ്ട് ഇനിയും. അതവിടെ ഇരുന്നോട്ടെ. ഞാനത് ആ കുട്ടൻ്റെ ഷിനിയാമി പടം വന്നപ്പോൾ ഒരു ഇന്റർവ്യൂ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ബോംബ് പൊട്ടിക്കേണ്ട സമയത്ത് ഞാൻ പൊട്ടിച്ചോളാം എന്ന് പറഞ്ഞു. അത് ഇനിയും ഞാൻ പറയണു, ഞാൻ പൊട്ടിക്കും. മലയാള സിനിമയെ തകർക്കാൻ പറ്റുന്ന അതിന് മാത്രം തകർപ്പൊന്നും അല്ല, എന്നാലും ഏൽക്കും, പറഞ്ഞാൽ ഏൽക്കുന്നുള്ള ഉറപ്പാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ആ ഒരാളെ കൈകാര്യം ചെയ്ത് വിട്ടത്. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരാളാണ് ആണ്. ഒത്തിരി കഷ്ടപ്പെട്ട്. ഇപ്പോഴും ഉണ്ടോ ആൾ മെയിൻ സ്ട്രീമിൽ? പക്ഷെ ഇപ്പൊ കണ്ട് സംസാരിക്കാൻ പോലും പുള്ളിക്ക് നേരമില്ല. ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുക്കപ്പെട്ടവൾ. അങ്ങനെയുള്ള ആളുകളുണ്ടല്ലേ, ഒരു സമയം വരെ നമ്മുടെ കൂടെ നിന്ന് അവരെന്തെങ്കിലും ആവുന്ന സമയത്ത് നമ്മളെ തള്ളി പറയുന്ന ഒരു കൂട്ടം. വേണ്ട, ഒരുപാട് ഉപകാരങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. കാണുമ്പോൾ അന്നെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ പേടിയായിട്ടായിരിക്കും. പേടിക്കണമല്ലോ. ഞാനിപ്പോ ആ സംഭവം ഞാനിപ്പം പറഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള അറിയോ അയാൾക്ക്? ഉറപ്പ്. എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവില്ല. ചേച്ചി ആ ഇന്റർവ്യൂവിന്റെ സമയത്ത് അതുകൊണ്ട് ആ അഹങ്കാരം കാണുമ്പോൾ എനിക്ക് പറയണം തോന്നുന്നു. അതെനിക്ക് എന്റെ കുടുംബക്കാരായിട്ട് ആലോചിച്ചിട്ട് പറയാന്ന് ഓർത്താ ഞാൻ പറയും. പറയാതെ ഒന്നും ഇരിക്കില്ല, കാരണം ഇനി ആവർത്തിക്കരുത്. ഇനിയും ഒരുപാട് തലമുറകൾ വരാനുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇനി വരാനുണ്ട് ഒത്തിരി തലമുറ. അവർക്ക് ബുദ്ധിമുട്ടാവണ്ട. ഫീൽഡിലുള്ള അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഈ കേടുകളൊക്കെ അങ്ങ് പോട്ടെ.
നല്ല ഒരു ഫീൽഡായിട്ട് വരട്ടെ. സിനിമ ഫീൽഡ് എന്ന് പറയുമ്പോൾ നല്ല ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഫീൽഡിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല, അന്തസ് തന്നെ ഫീൽഡിലുണ്ട്. ഇതുപോലെ കുറച്ച് ആൾക്കാർ വന്നിട്ടാണ് നശിപ്പിക്കേണ്ടത്. ഒരു മാവേലി, ഞാൻ പറഞ്ഞതിൻ്റെ ഉദാഹരണം, എറിയ ചീഞ്ഞതൊക്കെ പോട്ടെ നിൽക്കില്ല, മറ്റുള്ളവർക്കും കൂടിയാണ് ആ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ പറയുന്ന വ്യക്തിയെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് കൈകാര്യം ചെയ്ത് വിട്ടത് തന്നെ. കാരണം നമുക്ക് പറ്റാത്ത കാര്യമാണ്. നമുക്കത് അവർക്കൊന്നും അടിമപ്പെടാനുള്ളതല്ല എൻ്റെ ജീവിതം. ചേച്ചി ഇപ്പൊ ഈ ഒരു ബോംബ് പൊട്ടിക്കാനുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഈ ആൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഓൾറെഡി അയാളെ ഉദ്ദേശിക്കുന്നതെന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ TV മുഴുവൻ കാണുന്ന ആളല്ലേ, ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് കേട്ടാ ഇത് മനസ്സിലാക്കാതിരിക്കാനുള്ള ബോധമില്ലായ്മയുണ്ടോ? അത് മനസ്സിലാവണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിപ്പോ ഇത് പറഞ്ഞത് മനസ്സിലാവട്ടെ. അപ്പൊ പുള്ളി കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യും, ഇനി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല? എന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അല്ല, ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ ഇല്ല ചെയ്ത്. അല്ല, ഇനിയിപ്പോ ഇത് കണ്ടിട്ട് ഓടിയൊന്നും പറയാൻ പറ്റേട്ടാ. അന്നപ്പോ തന്നെ നിങ്ങൾ വിളിച്ച് പറയാട്ടെ, പുള്ളി വിളിച്ചിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ അത്രയ്ക്ക് ഭയങ്കര സംഭവമായിട്ട് ഫീൽഡിലോ ഞാനോ ഒന്നുമില്ല, അങ്ങനെയല്ല. എനിക്കുണ്ടായ അനുഭവങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എക്സ്ട്രീം ലെവലിൽ പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കിനി അതിൽ നിന്നൊരു പേരുണ്ടാക്കിയിരിക്കാനെന്നല്ല. ഇപ്പോൾ ഏതോ ഒരു ലേഡി എന്നെക്കുറിച്ച് ഒരുപാട് ഇൻ്റർവ്യൂ ഇറക്കിയിട്ടുണ്ട്, പ്രിയങ്ക ഇരട്ടത്താപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാ, എനിക്ക് ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല ആരുമായിട്ടും ഫീൽഡിൽ. പക്ഷേ എന്നെ ഉപദ്രവിക്കാൻ ആരും വന്നാൽ ഞാൻ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് പറയുന്നത് എനിക്ക് എന്തിനാ പേടിക്കണത്? അവർ പേടിച്ചോട്ടെ. എനിക്ക് എന്തെങ്കിലും ഉപദ്രവമോ എന്നോട് കൂടെ വന്നിട്ട് എനിക്ക് ഒരു എന്താ പറയുക, നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ അവർ മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ ദാനമായിട്ട് കണക്കാക്കിയാൽ മതി. അത് മനസ്സിലായോ? എൻ്റെ ദാനമായിട്ട് കണക്കാക്കിയാൽ മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല വരാൻ പോണത്. ഞാൻ തെളിവ് സഹിതം കൊണ്ടുവരും. എൻ്റെ അമ്മ എല്ലാത്തിനും സാക്ഷിയായിരിക്കും. ശരിയല്ലേ? അതെ, അമ്മയ്ക്കറിയാമല്ലോ എല്ലാം അമ്മയ്ക്കറിയാം. അമ്മ പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, വേണ്ട, ഒന്നിനും പോകണ്ട, നീ ആയിട്ടൊന്നും നിൻ്റെ എടുത്തിയാട്ടം ചെയ്യരുത്, എല്ലാം എടുത്തിയാട്ടം നീ ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം നീ ഇതാ. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമാണ്. ഞാൻ കാശിന് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് പറയും, എനിക്ക് വേണ്ട. ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ട് ആ പേരും കൂടെ പറയും. അത് ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഈ ബോംബ് പൊട്ടിക്കാത്തത് എൻ്റെ ഈ പ്രശ്നങ്ങൾ തീരട്ടെ. ഇനിയുണ്ടല്ലോ അവസരം, ഞാൻ പറഞ്ഞിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഫുള്ള് സാമ്പത്തികമാണ്. അത് എൻ്റെ ലൈഫിനെ ബാധിക്കും. ചേർത്ത് പറയുമ്പോൾ ഞാനിപ്പോൾ ഇത് പറയണത് ഇതിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടല്ല. അതിന് വേണ്ടിയിട്ടല്ല. കാരണം അവരുടെ ഫാമിലി, ഞാൻ പറഞ്ഞില്ലേ, മുമ്പും പറഞ്ഞില്ലേ, പക്ഷേ നാളെ ഒരു ആവർത്തിക്കരുത്. മതി, ഇത്രത്തോളം ആയില്ലേ, ഇനി മതി, നിർത്തട്ടെ. ഇപ്പൊ എന്തായാലും ആ വയസ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രായമായി കാണും അല്ലേ? കുഞ്ഞു കൊച്ചല്ലല്ലോ, ഇത്തിരി പ്രായമായി കാണും. അപ്പൊ ഇതൊക്കെ ഒന്ന് തന്നെ നിർത്താം. ഇപ്പോഴും ഉണ്ടോ? ഉണ്ടാവും, മേ ബി ഉണ്ടാവും. അപ്പൊ നിർത്താലോ. അതാ ഞാൻ പറഞ്ഞേ. ഞാൻ പറയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. കാര്യം എന്താ അറിയോ, ഇത് ഞാൻ വേറെ ഇന്റർവ്യൂവിൽ കേട്ടു, ഇത് പ്രിയങ്കയുടെ ഇരട്ടത്താപ്പാ. കാരണം ഈ അതുവഴി ഇനി വല്ലതും കോണ്ടാക്ട് ചെയ്ത് കിട്ടുമോ നോക്കാം. അതൊന്നുമല്ല, എനിക്ക് അവൻ്റെ ഒന്നും കിട്ടണ്ട, ഒന്നും വേണ്ട. ഞാൻ പറയാത്ത എൻ്റെ അലിഗേഷൻ കാരണം എനിക്ക് ഒത്തിരി അലിഗേഷൻസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, പരാതിയുണ്ട്, കേസുണ്ട്, ഇതൊക്കെ എനിക്കുണ്ട്. ഇപ്പോൾ ഞാനായിട്ട് വരുത്തി വെച്ചിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയത്. ഈ ഒരു സമയം എൻ്റെ ലൈഫിലെ ആ കേസിനേക്കാളും ചീത്ത സമയം. ആ കേസിൽ ഇത്രയും പ്രശ്നം വന്നിട്ടില്ല എനിക്ക് ആരും സഹായിക്കാനില്ല. ഞാൻ തനിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാണ് ഇപ്പോൾ ഞാൻ. പക്ഷെ അത് ക്ലിയർ ചെയ്യും. എൻ്റെ വാശി ഞാൻ ക്ലിയർ ചെയ്തിരിക്കും. അതിന് മാത്രമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം ഞാൻ ചോദിക്കാം. അറ്റസ് രാമേന്ദ്രൻ എത്ര നല്ല വലിയൊരാളായിരുന്നു, കോടീശ്വരനായിരുന്നില്ലേ? എത്ര നാളയാൾ കിടന്നു മരിച്ച് കഷ്ടപ്പെട്ട് അയാൾ തിരിച്ചു വന്നിട്ട് ഇത്രയും കോടീശ്വരനായിട്ട് ചെയ്യണം. ചില സമയത്ത് നമുക്ക് പറ്റിപ്പോകുന്ന അബദ്ധങ്ങളാണ്. നമുക്ക് അതിനുള്ള ബാക്ക് സപ്പോർട്ട് ഇല്ല. എനിക്കില്ല, ആരുമില്ല. എനിക്ക് ഫാമിലി ഉണ്ട്, പക്ഷെ ഫാമിലിക്ക് ഒരു പരിധി ഉണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പരിധിയുണ്ട്. അപ്പം അതിന് എനിക്ക് അവർക്ക് വിഷമം വന്നിട്ടുണ്ട്. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വീട്ടിലന്വേഷിച്ച് വരുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടല്ലേ, ഇല്ലേ? ആ ഒരു വിഷമമാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. അതായത് ഈ സാമ്പത്തികമായിട്ട് ഇടപെട്ടുള്ള ആളുകൾ വീട്ടിൽ അന്വേഷിച്ച് വരുമോ, ഇങ്ങനെയുള്ള ന്യൂസുകൾ സ്പ്രെഡ് ആവുമോ ഒക്കെ ചെയ്യുമല്ലോ. നമ്മുടെ കാര്യമാകുമ്പോൾ പെട്ടെന്ന് ചാനലിലും ഇതൊക്കെ വരുമ്പോൾ ഇത് വായിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ, അതാണ് എൻ്റെ വിഷമം. വേറെ ഒന്നും എനിക്ക് വിഷമമില്ല. ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ലേ, അതെനിക്ക് ഉറപ്പാണ്. ഞാനിപ്പോൾ ഒരു കന്നഡ പടം ചെയ്യാനുള്ളൊരു ഇതിൽ നിൽക്കുക. ഒരു മലയാളത്തിൽ എന്തായാലും ഞാൻ ഉറപ്പ് പറയണത് എന്നെ കൊണ്ടൊന്നും മലയാള സിനിമയിലൊന്നും ആവാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുവരെ പിന്നെ ഒരു പ്രതീക്ഷയുള്ളത് ഇന്ദ്രൻ സേട്ടനായാലും സുരാജാണെങ്കിലും സലീമ എല്ലാവരാണെങ്കിലും കോമഡി ചെയ്തിട്ടാണ് ഇത്രയും നല്ല ക്യാരക്ടറിലേക്ക് അവർ വന്നത്. ഒരു ഡയറക്ടർ വിചാരിച്ചാൽ മതി ഒരു പ്രിയങ്കയ്ക്ക് നല്ലൊരു ക്യാരക്ടർ വന്ന ഒരു സ്ക്രിപ്റ്റ് വിചാരിച്ചാൽ ഞാൻ
വേറെ ലെവലിൽ അഭിനയിക്കും. അതിനുദാഹരണമാണ് സുഗമദേവി. വേറൊരു ലെവലാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. അതിനാരും മുന്നോട്ട് വരുന്നില്ലല്ലോ. വരാൻ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇപ്പോൾ ഒരു ക്യാരക്ടർ വന്നാൽ അത് പ്രിയങ്കയെ കൂടി ചെയ്യിപ്പിച്ചാലോ, കാലം മാറുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരായിരിക്കും നമ്മളെ വിളിക്കുന്നത്. പ്രതീക്ഷയുണ്ട്, പക്ഷെ ആ പ്രതീക്ഷ വെച്ച് നമുക്ക് എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റില്ല ഈ സിറ്റുവേഷനിൽ. അതുകൊണ്ടാണ് ഞാൻ കന്നഡ പടം ട്രൈ ചെയ്യണത്. ഞാൻ ഒരു കന്നഡ പടം ഏകദേശം ഓക്കെ ആയി, നല്ല എമൗണ്ടാണ്. ഇവിടെ ഒരു പരിധിയുണ്ട് പൈസയുടെ. മലയാളത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട, വലിയ പൈസയൊന്നും കിട്ടാൻ പോണില്ല. അതുകൊണ്ട് കന്നഡ പടത്തിൽ അഭിനയിച്ച നല്ല, ഞാൻ ആദ്യം അവരോടും പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് പൈസ ഓൾറെഡി ഡീലിങ് നന്നായിരിക്കണം. അതെൻ്റെ നിർബന്ധമുള്ള കാര്യം. ഞാൻ വലിയ പൊങ്ങച്ചം പറയണതൊന്നുമല്ല. എൻ്റെ ലൈഫ് ഇതാണ്, ഇതിനപ്പുറം എനിക്ക് വേറെ ഒന്നുമില്ല. അതിലെങ്കിലും എൻ്റെ കുടുംബത്തിന് ഞാൻ, എൻ്റെ ഭർത്താവിനും ഞാനൊരു ന്യായം കൊടുക്കട്ടെ, വേണ്ടേ? അത്രേ ഉള്ളൂ. ചേച്ചിക്ക് ഇപ്പോൾ ഒരു മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചേച്ചി അമ്മയിൽ ഇത് കംപ്ലൈൻറ്റ് പറയാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അപ്രോച്ച് ചെയ്തായിരുന്നോ? എന്തിന്? എൻ്റെ അമ്മയ്ക്കറിയാം. എൻ്റെ അമ്മയില് എൻ്റെ അമ്മോട് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും. അമ്മ സംഘടന അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അമ്മ സംഘടന ഇപ്പം എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളും, അമ്മ സംഘടന ഇതിനകത്ത് ഇടപെടരുത്. ഞാൻ അന്ന് സെക്രട്ടറി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരുപാട് പറഞ്ഞു വിളിച്ചു. ഞാൻ പറഞ്ഞു അതിനകത്ത് അവരിടപെടേണ്ട കാര്യമില്ല. മനസ്സിലായോ? ആ സമയത്ത് എനിക്ക് അത് നേരിടാൻ അറിയാൻ ഞാൻ നേരിട്ടു. എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ അദ്ദേഹം കാണുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലെ അഹങ്കാരം കാണുമ്പോഴാണ് എനിക്കിപ്പോഴും മനസ്സിന് വിഷമമുള്ളത്. ഇയാൾ എന്തിന് ഇത്ര അഹങ്കരിക്കുന്നത്? ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഞാൻ വിചാരിക്കാറുണ്ട് മനസ്സിൽ, എന്തൊരു അഹങ്കാരം ഇങ്ങർക്ക്. ഒറ്റ സെക്കൻഡ് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ അലിഗേഷൻ നിൽക്കുന്നുണ്ട് എനിക്ക് പറയാത്തത്. പ്രൂഫ് ഉണ്ടോ? ഇല്ലാതെ ഞാൻ ഒരിക്കലും നിൽക്കില്ലല്ലോ. ഈ പറയുന്ന ഒരു റൂമിൽ ചുമ്മാ കുത്തിയിരുന്ന് കാപ്പിയും കുടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഇയാളെന്നെ പീഡിപ്പിച്ചെന്ന് പറയുന്ന ആളല്ല ഞാൻ. അതിൻ്റെ ആവശ്യമില്ല എനിക്ക്, പറയൂല ഞാൻ. പാവപ്പെട്ട ആണുങ്ങളെ ഞാൻ ഒരിക്കലും, പുരുഷന്മാരെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചീറ്റ് ചെയ്യാൻ നോക്കില്ല ഞാൻ. ഇത് ചീറ്റിംഗ് ആയിട്ടേ ഞാൻ പറയുള്ളൂ. കാരണം എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ ക്യാമറ അത്രേ ഉള്ളൂ. ബട്ടൺസ് ക്യാമറ വെക്കുക, കുട്ടികൾ വരുമ്പോൾ. ചേച്ചി ഇത് അനുപേട്ടനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? കാരണം അനുപേട്ടനും ആർട്ടിസ്റ്റ്, ഇതുപോലുള്ള ആരോപണങ്ങൾ വരാനുള്ള ചാൻസ് ഒക്കെ. ഒരു കാര്യമില്ല, പുള്ളി ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയില്ല. നിങ്ങൾ ആ പ്രതീക്ഷ വേണ്ട. അനൂപ് ഒരാളെ വിളിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു സംസാരിക്കാനൊന്നും പോകുന്ന എനിക്ക് തോന്നണേ ഇല്ല. അങ്ങനെയുള്ള പുള്ളി പെടാൻ ചാൻസ് കുറവാണ്. ഈ ബട്ടൺസ് ക്യാമറയുടെ കാര്യം പുള്ളിക്ക് അറിയാലോ, പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി പുള്ളിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഞാൻ ഈ വിഷയം വന്നപ്പോൾ ഞാൻ ഒരു ദിവസം ആലോചിച്ച് എന്ത് ചെയ്യും, പുരുഷന്മാരെന്ത് ചെയ്യുമെന്ന്. എനിക്കതാ വിഷമം. സത്യം. ഞാൻ അവരെന്തെന്ന് കാണിച്ച് തല്ലി വെക്കണത്? അന്ന് CCTV ഉണ്ടോ? ശ്രദ്ധിച്ചാൽ മതി. ഇന്നിപ്പോ ഒരുപാട് സാങ്കേതിക കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കാണുമ്പോഴത്തേക്കും ചേച്ചിയുടെ കന്നഡ സിനിമ സംഭവിക്കട്ടെ അല്ലേ? അതായത് ഇപ്പം നമ്മൾക്ക് സിനിമ ഫീൽഡ് ജീവിതമായപ്പോൾ വേറെ ജോലിക്ക് പോകാൻ പോസിബിൾ അല്ല. എനിക്കിനി പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫീൽഡായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ കുറച്ച് പ്രോബ്ലംസ് അതെല്ലാം തീർക്കാൻ നോക്കിയിരുന്ന ചിലപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഇതാവും. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പടം കൂടെ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കേരള കൗമുദിക്ക് തരുന്നത്. വേറൊന്നും കൊണ്ടല്ല, തന്നു. കുറച്ച് കാര്യങ്ങൾ പറയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ ആവശ്യമില്ല. കാരണം എനിക്കിങ്ങനെ ഇതുള്ളതുകൊണ്ട് എന്തായാലും നിങ്ങൾ വിളിച്ച് ഇവിടെ വന്ന് കുറച്ച് എന്താ പറയുക കാര്യങ്ങൾ നിങ്ങൾ എന്നെ കൊത്തിപ്പറിച്ചെടുക്കാൻ നോക്കിയായിരുന്നോ? പക്ഷെ തന്നില്ല. എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. എനിവേ എന്തായാലും ഒരു നല്ലൊരു ചാനലല്ലേ കേരള കൗമുദി, എല്ലാവരും കാണുന്ന ചാനലാണ്. എനിക്ക് ഈ കാണുന്ന പ്രേക്ഷകരോടൊക്കെ ഒരു അഭിപ്രായം കുറേ, എന്തായാലും ഇത് വരുമ്പോൾ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ദയവ് ചെയ്ത് ഒരാൾ എന്താണ് ഏതാണെന്ന് സ്വന്തം അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്ന ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാവും. നെഗറ്റീവ് കമൻ്റ് അയക്കുമ്പോൾ ആ സന്തോഷം സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ അത് സങ്കടമാവും. പിന്നെ ഞാൻ ശരിക്കും പ്രാകും. ഈ നെഗറ്റീവ് കമൻറ്റ് വായിച്ച് ഞാൻ പ്രാകും, ഉറപ്പ്. നെഗറ്റീവ് കമൻറ്റ് അയക്കുന്ന ആൾക്കാരെ ഞാൻ അത് വായിച്ചിട്ടുണ്ട്. ഇവൻ ദൈവമേ ഇവന് ഒരു കാലത്തും ഗതി പിടിക്കരുത്, ഞാൻ പ്രാഗിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യാത്ത വായിച്ച് നമുക്ക് സങ്കടം വരും. അപ്പം പിന്നെ നമുക്ക് ദൈവത്തിനെ വിളിക്കാനേ പറ്റുള്ളൂ, അനുഭവിക്കും, അത്രയേ ഉള്ളൂ. കാരണം വേറെ ഞാൻ എന്തായിട്ട് പറയല്ല, സങ്കടം കൊണ്ട് പറയുന്നതാണോ. കാരണം ഭയങ്കര വിഷമമുണ്ട്. ചെയ്യാത്ത തെറ്റാണ് ആരോപിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ പറയുന്ന ഒരുത്തൻ വരട്ടെ എൻ്റെ മുമ്പിൽ. ഞാൻ ഒരു നടിയാണല്ലോ, നേരിട്ട് വരട്ടെ, എന്നോട് സംസാരിക്കട്ടെ, ഇന്ന പോലെ നീ ചെയ്തിട്ടില്ലേന്ന്. അല്ലാതെ പറയരുത് ആരെയും. എന്നെ മാത്രമല്ല, നിരപരാധികളുടെ സ്ത്രീകളെ ദയവ് ചെയ്ത് ക്രൂശിക്കരുത്. സ്ത്രീയാണ്, അമ്മയാണ് ഞാൻ. എനിക്കൊരു മോനുണ്ട്, അതെങ്കിലും മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ ചേച്ചി, ഇപ്പോൾ ഈ ബോംബ് പൊട്ടിക്കുന്ന പറഞ്ഞ സമയത്ത് ആ പുള്ളി ഇപ്പോഴും അഹങ്കാരമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം ഇപ്പോൾ ഫ്രണ്ടിൽ വരുവാണെങ്കിൽ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ചിരിക്കും, ഹായ് നന്നായിട്ടുണ്ട് പറയും. സൂപ്പറാണ്, ഇതേപോലെ ഞാനെന്ത് നോക്കാനാ? ഞാൻ ചിരിച്ച് തന്നെ അയാളെ ഫേസ് ചെയ്യും.
പുള്ളി ചിരിക്കില്ലായിരിക്കും, പുള്ളി ചിരിക്കാതെ പോയിരിക്കും. എനിക്കത് വിഷയമല്ല. ഞാൻ കണ്ടിട്ടുണ്ടോ പിന്നെ എപ്പോഴെങ്കിലും നേരിട്ട്? പലതവണ. നല്ലൊരു ആറ്റിറ്റ്യൂഡ് അപ്പോൾ ശ്രദ്ധിക്കാതെ പോകും. ഞാൻ എൻ്റെ മൈൻഡിൽ എനിക്ക് അങ്ങനെ ഇല്ല. പുള്ളിക്ക് നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛമാണെന്നേ. പുച്ഛിച്ചോട്ടെ, ഇത് പറയുമ്പോൾ മനസ്സിലാവും കാണുകയാണെങ്കിൽ. അപ്പോഴെങ്കിലും കുറച്ച് മാറ്റം വരുമായിരിക്കും. എന്തായാലും ചേച്ചിയുടെ ഇന്റർവ്യൂ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആള് കാണുമായിരിക്കും. കുറച്ച് പേര് കാണാൻ. ഞാൻ പറഞ്ഞല്ലോ, നല്ല 1-2-3 പേരൊക്കെ നമ്മുടെ അടുത്ത് അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത ആൾക്കാർ ഇത് കാണുമ്പോൾ എനിക്ക് ഇവളെൻ്റെ പേര് പറയുമോ, ഈ ലിസ്റ്റിൽ ഞാനുണ്ടോ? അല്ല, എന്നോട് ചോദിച്ചിട്ടുണ്ട്, പ്രിയങ്ക ആരെ ലിസ്റ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ലിസ്റ്റ് ഒന്നുമില്ല, അതിനുള്ള ഇട ഞാൻ കൊടുത്തിട്ടില്ല, ഇന്നുമില്ല. എൻ്റെ ലൈഫ് തകർത്ത ഒരു ലിസ്റ്റും എനിക്കില്ല കേട്ടോ. നമ്മളെ നമുക്ക് പറ്റാത്ത രീതിയിൽ സംസാരിച്ച് നമ്മളത് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരു പടത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഞാൻ പോയിട്ടുണ്ട്. അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ചുമ്മാ പറയില്ല ഞാൻ. അവിടെ പോയിരുന്നു, ഇവിടെ പോയിരുന്നു, അത് കണ്ട് ഇവരുടെ അവിടെ പോയി, അത് നന്ന് ഞാൻ പറയില്ല. പറയേണ്ട ആവശ്യം എനിക്കില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞത് തന്നെ, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഞാനിത് എന്തോ കാര്യസാധനത്തിന് വേണ്ടിയാണ് ഇത് ഹൈഡ് ചെയ്യണമെന്നാണ്. ഹൈഡ് ചെയ്യണത് അതുകൊണ്ടല്ല, അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ചേച്ചിനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. കന്നഡ സിനിമ പറഞ്ഞല്ലോ, പെട്ടെന്ന് ആ പ്രൊജക്ട് സാധ്യമാവട്ടെ. ഇനി നമ്മൾ കാണുമ്പോൾ ചേച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കും. അത്രയേ ഉള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം എൻ്റെ കയ്യിൽ നിന്ന് വന്ന കുറച്ച് വിട്ടുവീഴ്ച കൊണ്ട് വന്ന പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.